Um, ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എൻ കെ ഗെയിം ഓവർ എൻ സി. ഈ കണ്ണ് ഞാൻ ഊരിക്കളയുക. എൻ്റെ കണ്ണ് എപ്പോൾ നോക്കിയാലും പ്രശ്നമാണ്. കണ്ണ് മാറ്റണം. അപ്പം നമ്മുടെ ഇന്നത്തെ ഗോൾ എന്താണെന്ന് വെച്ചാൽ, ഞാൻ മറ്റേ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഞാൻ മോഡ് കയറ്റിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ മറ്റേ എന്തായിരുന്നു, ആക്ഷൻ ആൻഡ് സ്റ്റഫ്, അത് കയറ്റിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതും വെച്ചായിരിക്കും നമ്മൾ കളിക്കുക. അപ്പം നമ്മുടെ ഇന്നത്തെ ഗോൾ എന്താണെന്ന് വെച്ചാൽ, ആദ്യം നമ്മുടെ ഇന്നത്തെ ഗോൾ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഡയമണ്ട് അയണിൻ്റെ ടൂൾസ് ആയിരുന്നു. ഇന്ന് നമുക്ക് ഡയമണ്ടിൻ്റെ ടൂൾസ് ഉണ്ടാക്കണം. ഇതാണ് നമ്മുടെ ഇത് അയണല്ലേ. യെസ്. അപ്പം അയണിൻ്റെ പിക്കാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ട് പൊട്ടത്തരം കാണിച്ചത്. സോറി, അതൊരു വർക്ക് വന്നതാണ്. കാണാൻ എന്തൊരു ഭംഗിയാ. നമുക്ക് ഇന്ന് പോയിട്ട് ഡയമണ്ട്സ് കണ്ടുപിടിക്കണം. ഡയമണ്ട്സ് കണ്ടുപിടിച്ചിട്ട് ബാക്കി പണിയുള്ളൂ. ഒരു സെക്കൻഡ്, സൗണ്ട് അങ്ങോട്ട്. സ്റ്റിക്ക് അവിടെ, സ്റ്റിക്ക് 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 സ്റ്റിക്ക്. സ്റ്റിക്ക് കാണുന്നില്ല. ഇവിടെ എവിടെയോ ഉണ്ട് സ്റ്റിക്ക്. മറ്റേത് കൊണ്ടുപോയി കളഞ്ഞില്ലായിരുന്നു. ഇല്ല, സ്റ്റിക്കില്ലല്ലേ. എന്നാൽ ശരി, മരമുണ്ടല്ലോ. മരമില്ല. അപ്പോൾ നമുക്ക് കുറച്ച് മരം പോയി വെട്ടിയിട്ട് വരാം. ആക്സിഡൻ്റ് നമ്മുടെ കയ്യിൽ. ഈ ചെലന്തി എണ്ണന്മാരെ അങ്ങ് തട്ടിയേക്കാം. അമ്മേ, ഇത് ഈ മോഡുമായിട്ട് കമ്പാറ്റബിൾ അല്ല. അപ്പോൾ ഫൈറ്റിങ് വരുന്ന സമയത്ത് ഞാൻ ഈ മോഡ് ഒഴിവാക്കേണ്ടി വരും. കാരണം ഇപ്പം തന്നെ കണ്ടോ, ഫൈറ്റ് വരുന്ന സമയത്ത് ഒരു തരം ലാഗ് വരുന്നുണ്ട്. എന്തോ ഇതായിരുന്നു. നമുക്കപ്പോൾ ഈ മരം മുറിക്കാം. സോറി ഗായ്സ്, അത് ഒരു വർക്ക് വന്നതാണ്, ക്ഷമിക്കണം. കുറച്ച് മുകളിലേക്ക് പൊതിയാലോ. ഈ മരം ഫുള്ളങ്ങ് വെട്ടിയെടുക്കാം. ഇപ്പം ആരെങ്കിലും തള്ളി താഴെ എനിക്ക് ദേഷ്യം വരുന്ന വരുത്തുണ്ടാവും.
ഇത്ര മരം മതിയാവും. ഇത് ധാരാള. എനക്കെന്തിനാ ടോർച്ചിനും സാധനത്തിനും മാത്രമേ ഉള്ളൂ. ഇവനെ കൊല്ലണം. അമ്മേ, ഇവൻ ഭയങ്കര പവർഫുള്ളാണ്. ഇവനെ അടിക്കാൻ അത്രയ്ക്ക് സിമ്പിൾ പരിപാടിയല്ല. പിന്നെയും തൊലി. എന്നെ അവൻ ചവിട്ടിക്കൊന്നു. അവനെ പോയി കൊല്ലണം. അവനെ കൊന്നിക്കില്ലെങ്കിൽ സമാധാനം വരുള്ളൂ. ഇനി എനിക്ക് നിന്നെ ഞാൻ കൊല്ലണം. നിന്നെ ഞാൻ കൊല്ലും. നിന്നെ ഞാൻ എൻ്റെ സ്ഥലത്ത് വിളിച്ചാൽ കൊല്ലും. അതാകുമ്പോൾ എനിക്ക് സ്പീഡ് ബൂസ്റ്റ് കിട്ടും. നിന്നെ ഞാൻ ഇന്ന് ചവിട്ടിക്കൊല്ലണം. ചവിട്ടിക്കൊല്ലും. നല്ല വില. ഇനി നീ അടി. ഇനി നീ അടി. അടി 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 അടി. ഓ ഷിറ്റ്. ഇവൻ നേച്ചർ എനർജി വലിച്ചെടുക്കുന്നവനാണ്. ഇവൻ നിഞ്ചുത്സു പഠിച്ച. ഇവനെ ഞാൻ ഇന്ന് കൊല്ലും കൊല്ലും. ഇവൻ ജീവൻ കൂട്ടുന്നുണ്ട. ജീവൻ കൂട്ടുന്നുണ്ട. യെസ്, അവൻ അങ്ങനെ വീണു. അവനെന്താ തന്നേ? ജെയിംസ്. ഫൈറ്റിങ് ഇതും വെച്ച് കാണാൻ നല്ല ബോറ. ഫൈറ്റിങ് ഒരു സുഖമില്ല. അപ്പോൾ നമ്മൾ ഫൈറ്റിങ്ങിന് വേണ്ടി നമ്മൾ ഇതാക്കണം. ഫൈറ്റിങ് നമ്മളല്ലാണ്ട് ചെയ്യണം. അപ്പം നമുക്ക് പറ്റൂല. ഫൈറ്റിങ് പറ്റൂല. നമ്മുടെ ഷാഡ് പൈസ കിട്ടുന്ന സ്ഥലം എടുത്ത് ഇതിവിടെ ബോണും സാധനമൊക്കെ ഇതാ കിടക്കുന്നു. ഇതതി പോട്ടെ, വയ്യ എനിക്ക്. പിന്നെ പോഷൻസ് എനിക്ക് ഈ 2 സാധനം മാത്രം മതി. നമുക്ക് അയൺ ആവശ്യമില്ല. അല്ല, ഈ ഓക്കിലൊക്കെ എവിടെ നിന്ന് വന്നേ? എൻ്റെ വീട് പൊളിച്ചവേ. ചവൻ എൻ്റെ വീട് പൊളിച്ചിരുന്നു. മര്യാദയ്ക്കുണ്ടായിരുന്ന സ്ഥലമാണിത്. അവനതിങ്ങനെ നാശകോശമാക്കി. അപ്പം ബാക്കി മരം കയ്യിരിക്കട്ടെ. എന്തായാലും നമുക്ക് കേവിൽ പോവാൻ ഡീപ്സിലത്തും സാധനമൊന്നുമില്ല. നമുക്ക് അയണിൻ്റെ ഒരു സോഡ് വേണം. പിന്നെന്തോ ഒരു പിക്കാക്സ് വേണം. അത്രയേ വേണ്ടു.
അപ്പം നമുക്ക് കേവിൽ അല്ല, പോരാ 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 പോരാ. ലൈറ്റ് വേറെ എൻ്റെ അപ്പം കൊണ്ടുവരും. പിന്നെ ലൈറ്റില്ലാണ്ട് നാലെങ്ങോട്ടാ പോകുന്നത്? ഇതിൽ ട്രീക്ക് വേണ്ടി ഏതെങ്കിലും വെക്കണമല്ലോ. ട്രീക്ക് വേണ്ടി ഇത് വെക്കാം. ഇരിക്കട്ടെ. ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഒരു സ്റ്റാക്ക് കോൾ എടുക്കാം. കോൾ എന്തായാലും തിരിച്ച് വരുമ്പോഴത്തേക്കാവും. എന്നിട്ട് നമുക്ക് ലൈറ്റ് ആക്കാം. ഒരു സ്റ്റാക്ക് ഇപ്പോൾ തൽക്കാലം മതി. കിടന്നിട്ട് പോവാം നമുക്ക്, അല്ലെങ്കിൽ അവിടെ താഴെ പോയിട്ട് വെറും ഇതായിരിക്കും. ഈ മോഡിട്ട് കളിക്കാൻ വലിയ സുഖമില്ല. നാളെ മുതൽ ഈ മോഡങ്ങ് റിമൂവ് ആക്കാൻ പോകുന്നു. നാളെ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് കുറേ പ്രശ്നം വരും. കാണാൻ നല്ലതാണ്, വേൾഡ് കാണാനാണെങ്കിലും കാര്യങ്ങളൊക്കെ. പക്ഷെ പ്രശ്നം ഇതാണ്, ഞാൻ എവിടെ വീണ് വെള്ളം എവിടെ വെച്ച്. എന്താ ബുദ്ധിമാൻ. ഡാ ഒഴിക്കണം എൻ്റെ അടുത്തുനിന്ന്. എൻ്റെ സെറ്റിങ്സിൽ വല്ല ഇനി ഹൈഡാക്കിയിട്ടേക്കുന്നതാണ്. നോട്ട് ഒരു സെക്കൻഡ്. ഞാൻ കൂടുതൽ അങ്ങനെ ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം ഹാൻഡ് കാണണ്ടെന്ന് വിചാരിച്ചിട്ട് അത് ചെയ്തിടാൻ ചാൻസ് ഉണ്ട്. ഹാൻഡ് അവിടെ, ഹൈഡ് പേപ്പർ ഡോള് ഇടച്ചോടി അതൊക്കെ ഓഫിലാണ് കിടക്കുന്നത്. എന്നാലും ആർക്കറിയാം, ഒരു സുഖമില്ല. മറ്റേ ഇത് പരത്തി അടിക്കുന്ന പോലെ ഉണ്ട്, കാണാൻ അങ്ങോട്ടൊരു സുഖമില്ല. എനക്കൊന്ന് RL ക്രാഫ്റ്റ് ആയിട്ട് അങ്ങോട്ട് മാച്ചപ്പ് അല്ല സംഭവം. ഇതാവാനാ ചാൻസ്. അയാണ്ട് ഇഷ്ടം മാതിരി. നമുക്ക് ഇന്നത്തെ ഗോള് നമുക്ക് ഡയമണ്ട് കണ്ടുപിടിക്കണം. അതിൻ്റെ കൂടെ ഇത് നമുക്ക് മറ്റേ മോഡ് ഉണ്ടാക്കാൻ ഇതെന്തായാലും നമ്മൾ ഭാവിയിൽ തേടി കണ്ടുപിടിക്കണം. അപ്പോൾ കാണുവാണെങ്കിൽ ഇപ്പം തന്നെ അങ്ങ് എടുത്താൽ അതിലും നല്ല സുഖമല്ല. ഞാൻ എന്താണ് കളിക്കുന്നത്? ഇത് കാണാൻ നല്ലതാണ്, പക്ഷേ കളിക്കുമ്പം ബടാ ബോറാണ്. കാരണം അങ്ങോട്ട് മാച്ച് മേക്കപ്പ് ആകുന്നില്ല. അപ്പം ഞാൻ ഈ മോഡ് ഒഴിവാക്കും. എന്താ ലാൻഡിങ്? ഞാനെന്താ ഇങ്ങനെ? എനക്ക് തോന്നി പോടാ, ഇന്ത്യയൊക്കെ കൂടെ ഫൈറ്റ് ചെയ്യാറില്ല എനിക്ക് ജോലി. ഇതിനോടൊക്കെ ഫൈറ്റ് ചെയ്ത് ബോറടിച്ചു.
നിങ്ങൾക്ക് പിന്നെ പിന്നെ എനിക്കിപ്പോൾ സമയമില്ല. ഞാൻ എന്താ മിണ്ടാണ്ടിരിക്കുന്നതെന്ന് ആലോചിക്കുന്നുണ്ടാവില്ല നിങ്ങൾ. എൻ്റെ പൊട്ടത്തരം കണ്ടിട്ട് മിണ്ടാതെ അങ്ങ് ഇരിക്കുക. ഞാനിപ്പം ചത്തേനെ. നമുക്ക് ഇതേപോലെ ഡയമണ്ട്സ് കിട്ടുമായിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നു. അയാൾ എന്തായാലും നമുക്ക് ആവശ്യമുണ്ട്. വേറെ ഇനി അയണുള്ളത് ആ സൈഡിലാണ്. ആ സൈഡിലേക്ക് നമുക്കിത് വെച്ച് പോവാം. അയൺ ഞാൻ കുറച്ച് അയൺ കണ്ടുപിടിച്ചിട്ട് അത് കളക്ട് ചെയ്തിട്ട് നമുക്കിതാവാം. ഓക്കെ, അപ്പോഴത്തേക്കൊരു 2x സ്പീഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ 2x സ്പീഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ആവട്ടെ. അപ്പം നമുക്ക് കുറച്ച് ഇത് കിട്ടി, യുറേനിയം നഗറ്റ് കിട്ടി, ഇത് കിട്ടി. അപ്പം നമുക്കിനി താഴത്തേക്ക് പോയി നോക്കാം എന്താ അവസ്ഥ എന്ന് നോക്കാം. എൻ്റെ കയ്യിൽ അയണിൻ്റെ ഒരൊറ്റ ഒന്നാണല്ലോ, അതുകൊണ്ട് അയൺ നാം വലുതായിട്ട് വേസ്റ്റാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ഇതുണ്ടാക്കാൻ പോണം. എന്ത് കോബിൾ സ്റ്റോൺ വെച്ചിട്ട് 2-3 ഉണ്ടാക്കാൻ പോവുക. ഞാൻ മറന്നു. താഴെത്തുമ്പോൾ ഭൂമി പിടന്നങ്ങ് പോകണ്ട, അത്രയല്ല എനിക്ക് പറയാൻ. അപ്പം ഹലോ ഗൈസ്, നമുക്കിവിടെ ഒരു വിത്തുണ്ട്. ഇതെന്തുവാന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായിക്ക? നമുക്ക് ഫസ്റ്റ് ഡയമണ്ട് കിട്ടിയേക്ക് എന്തായാലും. അങ്ങനെ ഡയമണ്ട് അൺലോക്ക്ഡായി. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, നമ്മളെങ്ങനെ ഈ നാട്ടിലെത്തി? എന്തായാലും നമുക്കൊരു ഗുണമുണ്ടായി. എന്തുവാണെന്നറിയാവാ, നമുക്ക് ലെവല് ഭയങ്കര അത്യാവശ്യമായി. അതുകൊണ്ട് ലെവലിൻ്റെ കാര്യം പേടിക്കണ്ട, ഓടുക്കും എടുത്ത് അടിച്ച് ലെവലാക്കും. പോ ഇവിടെ മറ്റേ സെൻസർ വേണ്ടായിരുന്നു. സെൻസർ ഉണ്ടെങ്കിൽ എനിക്ക് പണി കിട്ടും. എന്നാലും ഇവിടെ ഒന്നും സെൻസർ ഉണ്ടാകാൻ ചാൻസ് ഇല്ല.
നമുക്ക് ലെവല് ഇഷ്ടം മാതിരി കിട്ടും. നമുക്ക് ഇതിനകത്ത് ലെവലാണല്ലോ വേണ്ടത്. അപ്പം ഇനി ലെവലിൻ്റെ പേടി ആവശ്യമില്ല. നമുക്ക് എത്ര വേണമെങ്കിലും ലെവൽ തീർന്നിട്ടുള്ളൂ. ലെവലിൻ്റെ കാര്യം അപ്പോഴത്തേക്ക് ഇതങ്ങ് തീർന്നു നിർത്തി. നാം വെച്ച് വാടനിറങ്ങിയതാന്ന് പെട്ടെന്നൊന്ന് പേടിച്ച് പോയി ഞാൻ. അപ്പം വാടൻ്റെ എന്തോ ടൗൺ ഇവിടെ ഉണ്ടെന്തായാലും, അല്ലാണ്ട് ഇത്രയും സ്കൾക്കിൻ്റെ ഇത് വരൂല. അപ്പോൾ നമുക്ക് നൈറ്റ് വിഷൻ്റെ പോഷൻ ഉണ്ടാക്കണം, അല്ലാണ്ട് നമുക്ക് നടക്കൂല. സ്ലോനെസ് ഇതിനൊക്കെ ആനിമേഷൻ ഉണ്ട്, പക്ഷെ ഇതൊന്നും ഈ മോഡിൻ്റെ അകത്ത് കാണൂല. എന്താണോ എന്തോ. ഡയമണ്ട് ഉണ്ടോ എന്ന് നോക്കുക ഇങ്ങനെ ഇതാക്കുമ്പോൾ. ഡയമണ്ട് ഉണ്ടെങ്കിൽ ഡയമണ്ടും കിട്ടും. നമുക്ക് ഓൾറെഡി ഒരു ഡയമണ്ട് കിട്ടി. നമുക്ക് ലെവൽ നോക്കാം, ഡയമണ്ട് എത്ര ലെവൽ വേണമെന്ന്. പിന്നെ ലെവലിന് പേടിക്കണ്ടല്ലോ. ഇപ്പം തന്നെ ലെവൽ 30 അപ്പം സ്റ്റോൺ പിക്കേക്സ്. അപ്പം നമ്മുടെ ലെവലായിട്ടുണ്ട്. അപ്പം ബാക്കി നമുക്ക് പിന്നെ ഇതാക്കാം. അയൺ സോഡിന് 23 ലെവലോ? അപ്പം ആർമറിനോ 16 ലെവലാ? അപ്പം നമ്മുടെ പിക്കേക്സിന് എത്രയാ? 20. അപ്പോൾ നമ്മൾ 15 പിക്കാക്സിന് എനിക്കൊരു ഐഡിയ കിട്ടി. നമുക്ക് ആ ഡഞ്ചനെല്ലാം എക്സ്പ്ലോർ ചെയ്യാം. ഇപ്പം നമുക്ക് എന്തായാലും ഡയമണ്ട്സ് തേടാം, അതാ ബെറ്റർ. പിന്നെ ഈ ലെവലല്ല, ലെവൽ നമുക്ക് എപ്പം വേണമെങ്കിലും കിട്ടും. എന്നാൽ നമുക്ക് പോവാം. അവിടെ പോയി പിക്കാക്സ് കേട്ടോ. യുറേനിയം ഉണ്ട്, അതങ്ങ് എടുക്കട്ടെ.
യുറേനിയം ഓർ എനിക്ക് അത്യാവശ്യമുള്ള സാധനം. അയ്യോ, യുറേനിയം ഓർ പറഞ്ഞ പോലെ ഇത് വെച്ചിട്ട് എടുക്കാൻ പറ്റില്ല. മറന്നുപോയി. അയൻ്റെ പിക്കാക്സ് വെച്ച് മാത്രമേ എടുക്കാൻ പറ്റൂ. നല്ല രീതിക്കുണ്ട് റെനോർ. ഭാവിയിൽ ഇത് നല്ല ആവശ്യമുണ്ട്. ഇതും ഡയമണ്ട് രണ്ടും സമയമുണ്ട്. ഇതാ കിടക്കുന്നു ഡയമണ്ട് അയണ് ഒരുമിച്ച്. എങ്ങോട്ടാ പോകുന്നേ? അല്ല വെള്ളം തീർന്നു. അപ്പം വെള്ളം കുടിക്കണം. അങ്ങോട്ട് പോയി നോക്കാം, അതാ ബെറ്റർ. കാരണം നമുക്ക് ഡയമണ്ട് അത്യാവശ്യം തോന്നുന്നു. ഡയമണ്ട് കിട്ടാൻ പ്രയാസമാണല്ലോ.
നമുക്ക് ഡയമണ്ട് എന്ന് പറയുന്ന വസ്തു കിട്ടാണ്ട് ബാക്കി എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട്. അതാണ് എനിക്ക് തിരിയാത്തത്. സാധാരണ ഇത്ര ഡീപ്പിലൊക്കെ കിട്ടേണ്ടതാണ് ഡയമണ്ട്. കാരണം ഇത് 40 41 ഡീപ്പായി. എന്നിട്ട് പോലും ഡയമണ്ട് എന്ന് പറയുന്ന സാധനം ഇത്രയ്ക്ക് റെയർ ആരൊക്കെ അറിയാം. സത്യം പറഞ്ഞാൽ ദേഷ്യം വരുന്നു. എന്താ ചെയ്യണ്ടേന്ന് തിരിയുന്നില്ല. താഴത്തേക്ക് പോയാൽ കൂടുതലും വാടേണ്ട സ്ഥലമായിരിക്കും എൻ്റെ ഒരു വിശ്വാസം ശരിയാണെങ്കിൽ. എന്തായാലും റിസ്ക് എടുക്കാം. മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ. ഇപ്പം എന്താ പറയുക, ഇല്ല ബെഡറൊക്കെ എത്തി. അപ്പം നമ്മൾ നമ്മുടെ എപ്പോഴത്തെയും രീതി പോലെ തന്നെ ഡയമണ്ട്സ് കണ്ടുപിടിക്കണം. നമുക്ക് ആദ്യം അതിന് ഇതല്ല ചെയ്യണ്ട, ആണ്ട് വിറ്റ്. കാരണം വെച്ചാൽ ലെവലില്ല. ലെവൽ ആദ്യം ഉണ്ടാക്കണം. ലെവലുണ്ടാക്കിയാൽ ഇവിടെ നല്ല സുഖമാണ്. ഇരുന്നങ്ങ് ഉണ്ടാക്കണം ലെവല്. Bullshit. This is very very bullshit. ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു ഇവിടെ ഇത് ഉണ്ടാവുന്നു. എന്നാ പിന്നെ ഞാൻ ഈ പരിസരത്ത് വരൂലായിരുന്നു. ഇങ്ങനെ കാണാണ്ടിരിക്കുന്ന എത്ര എണ്ണം ഉണ്ടാവുന്നതിനാണെങ്കിൽ അതാ എനിക്ക് തിരിയാത്തത്. നമ്മൾ ഈ സ്ഥലം ഫുള്ള് വൈപ്പ് ഔട്ട് ചെയ്യണം. ഞാൻ അങ്ങനെയാണെങ്കിൽ അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇത്ര മതി. ഞാൻ നാളെ ഈ മോഡ് ഞാൻ നാളെ ഇടത്തില്ല. ഈ ആക്ഷൻ ആൻഡ് സ്റ്റഫ് വെറും ബോറിങ്. എനിക്ക് എന്തോ മര്യാദയ്ക്ക് വർക്കാവുന്നില്ല. ഇതിനെ സപ്പോർട്ടീവ് അല്ലാന്ന് തോന്നുന്നു. എന്തുകൊണ്ടോ ഞാൻ ഇനി ഇവിടം ഫുള്ള് ക്ലീനാക്കിയിട്ട് ലെവലാക്കിയിട്ട് കാണാം. അപ്പം ടാറ്റ ബൈ ബൈ.